എല്ലാവർക്കും നമസ്കാരം. വളരെ ഗൗരവമേറിയ ഒരു വിഷയം നിങ്ങളുടെ സമക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് കേരളം ഏറെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സമരം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടക്കലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി ആളുകളാണ് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അതിന്റെ പിന്തുണ ഏറുന്നത് കണ്ടത് കൊണ്ട് തന്നെ നീറ്റ് സമരത്തിനൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പല പ്രമുഖരും ഈ സമരത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി നിർബന്ധിതരായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് കേരളത്തിലെ ഒരേയൊരു യുവജന സംഘടന മാത്രമേ സജീവമായി അവരോടൊപ്പം ഉള്ളൂ. അവരുടെ വിഷയത്തിൽ സമരമുഖത്തുള്ളത് ഇന്ന് യുവമോർച്ച മാത്രമാണ്. അതുകൊണ്ട് തന്നെ യുവമോർച്ചയുടെ നേതാക്കളെ ഒട്ടനവധി ആളുകൾ, കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ പല പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് എനിക്ക് വന്നിട്ടുള്ളൊരു കോൾ, അതിൻ്റെ അകത്ത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് നടന്നിട്ടുള്ള ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിക്കാൻ വേണ്ടി ഒരാൾ വിളിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത്, കേരളത്തിലെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ 300 രൂപ മുതൽ 1000 രൂപ വരെ അപേക്ഷാ ഫീസ് അടച്ച് എഴുതിയിട്ടുള്ള ഒരു പരീക്ഷ, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷ, ആ പരീക്ഷ നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ റാങ്ക് ലിസ്റ്റ് പുറത്തു വരാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിന് കാരണം, ഈ കാലയളവിൽ, ഈ നിയമനം നടക്കേണ്ട ഈ കാലയളവിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ആളുകൾ അവരെ സ്ഥിരപ്പെടുത്തണം. ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷ അത് റദ്ദ് ചെയ്യണം. അതേപോലെ ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അവർ ഈ വിഷയത്തിൽ അവർക്ക് അനുകൂലമായി ഒരു വിധി നേടുകയും ചെയ്തു. അതിനെതിരായി ഉദ്യോഗാർത്ഥികൾ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഒരു കാരണവശാലും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക ഒരു നിർണായക ഘട്ടത്തിൽ സർക്കാർ ഈ കേസിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. നേരത്തെ കക്ഷിയായിരുന്ന സർക്കാർ ഒരു നിർണായക ഘട്ടത്തിൽ ഈ ഉദ്യോഗാർത്ഥികളെ വഴിയിലിറക്കി വിടുന്ന ഒരു സമീപനം സ്വീകരിച്ച് ഇന്ന് അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 300 രൂപ മുതൽ 1000 രൂപ വരെ വിവിധ തസ്തികകളിലേക്കായി അപേക്ഷിച്ച് പരീക്ഷ എഴുതിയ ആളുകൾ 1.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ്. 1, 2 ഒന്നുമല്ല, 1.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി ഏതാണ്ട് 10 കോടിയോളം രൂപയാണ് ഈ ഇനത്തിൽ സർക്കാർ ഖജനാവിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു സമീപനമല്ലേ ഇന്ന് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ള, വലിയ പ്രക്ഷോഭം നയിച്ചിട്ടുള്ള ആളല്ലേ ഇന്നത്തെ മുഖ്യമന്ത്രി? അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ യുവജനങ്ങളെ, ഈ ഉദ്യോഗാർത്ഥികളെ തീർത്തും വഞ്ചിക്കുന്ന ഒരു നിലയിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. ഈ പരീക്ഷയുടെ വിജ്ഞാപനം വന്ന ആ ഘട്ടത്തിൽ ഏതാണ്ട് 500-ലധികം ഒഴിവുകളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 1000-ഓളം ഒഴിവുകൾ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലുണ്ട്. ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് ഏതാണ്ട് 1500-ഓളം ആളുകൾക്ക് നിയമനം കൊടുക്കേണ്ട ഒരു ലിസ്റ്റാണ് ഇന്ന് അങ്ങും ഇങ്ങുമല്ലാത്ത അവസ്ഥയിലുള്ളത്. കേരള PSCയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾക്കെതിരായി, അതേപോലെ തന്നെ കേരള PSCയിലെ നിയമന സ്തംഭനത്തിനെതിരായി ഈ നാട്ടിൽ ഇപ്പോൾ ഉണർന്നിരിക്കുന്ന പൊതുജന മനസാക്ഷിയുടെ മുൻപാകെ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഈ ക്രമക്കേട്, ഈ വിഷയം കൂടി പൊതുജന സമക്ഷത്തിലേക്കായി വെക്കുകയാണ്.